നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2020 ഡൽഹി കലാപം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തോടുകൂടി ഓട്ടപ്രദക്ഷിണം തുടങ്ങുകയാണ്. ഡൽഹി കലാപത്തിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മകൾ ഉണ്ടാവണം. കാരണം ആ കലാപത്തെ അതിനെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളും ആ കലാപത്തെ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചത്, സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചത് മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള വൻ കലാപമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ കലാപം തുടങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാവും, ഹിന്ദുക്കൾക്കെതിരെ, ഭാരതത്തിനെതിരെയുള്ളൊരു കലാപമായിരുന്നു അതെന്ന്. ആ കലാപത്തിൻ്റെ തുടക്കം, ശരിക്കും അതിൻ്റെ അക്രമങ്ങളുടെ തുടക്കം 2020 ഫെബ്രുവരി 23 ഡൽഹിയിലുള്ള കലാപത്തിൻ്റെ തുടക്കം. പക്ഷേ ഈ കലാപത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടക്കം 2019 ഡിസംബറിലായിരുന്നു. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഡൽഹിയിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറി പതിയെ അതൊരു കലാപത്തിലേക്ക് വർദ്ധിച്ചു വരിക, ഒരു വികസിച്ച് വരികയും ചെയ്തൊരു പശ്ചാത്തലമായിരുന്നു ഈ ഡൽഹി കലാപത്തിനുണ്ടായിരുന്നത്. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ കലാപത്തെ ന്യായീകരിക്കുകയും, അല്ലെങ്കിൽ കലാപത്തിൽ കൊല്ലപ്പെട്ടവരിൽ 2 പേർ മുസ്ലിങ്ങളാണ്, തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് മരണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ കലാപത്തിൻ്റെ പ്രധാന സംഘാടകരും ആസൂത്രകരുമെല്ലാം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ആ പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായൊരു വ്യക്തിയെ ഈ കഴിഞ്ഞ ദിവസം ഡൽഹി കോടതി ശിക്ഷിച്ചു. ആ ശിക്ഷാവിധിയിലേക്ക് ഞാൻ വരാം. ശിക്ഷയുടെ വിധി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളൂ. ഈ ജൂലൈ 23 ആയിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക. ആ വിധിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹി കലാപത്തിലേക്കൊന്ന് ഇദ്ദേഹത്തെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ വിധിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹി കലാപത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം ആസൂത്രിതമായ ഒരു ജിഹാദി ആക്രമണമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. ഈ കുറ്റക്കാരനാണെന്ന് ഡൽഹി കോടതി കണ്ടെത്തിയ വ്യക്തിയുടെ പേര് താഹിർ ഹുസൈൻ എന്നായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ മുൻ കൗൺസിലറായിരുന്നു. മുൻ കൗൺസിലർ എന്ന് ഞാൻ പറയുവാനുള്ള പ്രധാന കാരണം, ഈ ഡൽഹി കലാപത്തിൻ്റെ ആസൂത്രകൻ എന്നുള്ള പേരിൽ കുറ്റം ചുമത്തപ്പെട്ട് ഇയാൾ അറസ്റ്റിലായും ഏറെക്കാലം ആം ആദ്മി പാർട്ടി ഇയാളെ എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിൽ പാർട്ടിയിൽ തന്നെ തുടരട്ടെ എന്നുള്ള ഒരു നിശ്ചയത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഒടുവിൽ നിവൃത്തിയില്ലാതായി ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ ദിവസേന എന്നവണ്ണം പുറത്തു വന്നു തുടങ്ങി. വീഡിയോകളായിട്ടും ആൾക്കാരുടെ മൊഴികളായിട്ടും സാക്ഷികളുടെ മൊഴികളായിട്ടുമെല്ലാം പുറത്തു വന്നു തുടങ്ങിയതോടുകൂടി ആം ആദ്മി പാർട്ടി ഇയാളെ പുറത്താക്കുകയായിരുന്നു. ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ഭയാനകവും ഏറ്റവും നികൃഷ്ടവുമായ ക്രൂരകൃത്യം ഇൻ്റലിജൻസ് ബ്യൂറോ ഓഫീസറായ അങ്കിത് ശർമ്മയുടെ ക്രൂരമായ കൊലപാതകമായിരുന്നു. ഇയാൾക്ക് നിയന്ത്രണമുള്ള പ്രദേശത്ത് താമസിച്ചിരുന്ന ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനായിട്ടുള്ള അങ്കിത് ശർമ്മ ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന അവസരത്തിലാണെങ്കിൽ പോലും പ്രദേശവാസികൾ തൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ള മിഥ്യാധാരണയിൽ പ്രദേശവാസികളിൽ കൂടുതൽ താഹിർ ഹുസൈൻ്റെ ഞമ്മൻ്റെ ആൾക്കാരായിരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുവാനായി വീട്ടിൽ നിന്ന് പോയതാണ്, തിരികെ വന്നില്ല. അങ്കിത് ശർമ്മയെ ഇയാളും ഇയാളുടെ താഹിർ ഹുസൈനും അയാളുടെ കൂട്ടാളികളും ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ഒരു ഓടയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മാലിന്യങ്ങൾ നിറഞ്ഞ ആ ഓടയിൽ അങ്കിത് ശർമ്മയുടെ ശരീരം മുങ്ങിത്താഴ്ന്നു പോയി. അയാളുടെ അങ്കിത് ശർമ്മയുടെ കൈ മാത്രം പുറത്തേക്ക്, ജീവന് വേണ്ടി യാചിക്കുന്ന തരത്തിൽ പുറത്തേക്ക് നീണ്ടു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ ശവശരീരം കണ്ടെത്തിയത്. ആ മൃതശരീരത്തിൽ ക്രൂരമായ മർദ്ദനങ്ങളേറ്റ പാടുകളുണ്ടായിരുന്നു. ഒപ്പം തന്നെ മുഖം തിരിച്ചറിയാതിരിക്കാനും വിരലടയാളം തിരിച്ചറിയാതിരിക്കുവാനും മുഖത്തും കൈകളിലും ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ആസിഡ് ഒഴിച്ചിരുന്നു. ഇത് ഒരു ക്രൂരകൃത്യം താഹിർ ഹുസൈനും സംഘവും ഈ ഫെബ്രുവരി 23, 2020 തുടങ്ങിയ ഡൽഹി കലാപത്തിൽ സജീവ പങ്കാളികളായിരുന്നു എന്ന് മാത്രമല്ല, ആസൂത്രകരും പ്രോത്സാഹകരും കൂടിയായിരുന്നു. കലാപത്തിനിറങ്ങുവാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ഈ തിങ്ങി പ്രതിഷ്ഠിച്ചിരിക്കുന്ന വീടുകൾ, പണിതിരിക്കുന്ന വീടുകളുടെ മുകളിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തുവാനായിട്ട് വലിയ ടയർ ട്യൂബുകൾ പോലെ എലാസ്റ്റിസിറ്റിയുള്ള വലിയ തെറ്റാലി പോലെ ഉപയോഗിക്കുവാനുള്ള വലിയ സംവിധാനങ്ങൾ ഒരുക്കുകയും അതിലൂടെ ഹിന്ദുക്കൾക്ക് നേരെ പ്രയോഗിക്കുവാനായി ആസിഡ് കുപ്പികൾ എന്നുള്ളത് ചെറിയ കുപ്പിയല്ല, ഈ 15-20 ലിറ്ററിൻ്റെ വലിയ സ്ഫടിക കുപ്പികളിൽ ആസിഡുകൾ നിറച്ചും വലിയ കല്ലുകൾ നിറച്ചും കെട്ടിടത്തിൻ്റെ മുകളിൽ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്ത് അതുപയോഗിച്ച് ക്രൂരമായ ആക്രമണങ്ങൾ ഹിന്ദു സമൂഹത്തിന് നേരെ നടത്തുകയും ഒരു
മറ്റൊരു കശ്മീരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു 1921 ഒക്കെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള വ്യക്തമായ പദ്ധതികളോട് തുടങ്ങിയ ഒരു കലാപമായിരുന്നു 2020 ഡൽഹി കലാപം. ഇപ്പോൾ താഹിർ ഹുസൈനും കൂട്ടാളികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഡൽഹി കോടതിയാണ്. ഡൽഹി കോടതി ഈ വിചാരണയുടെ ഇടയിൽ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമുണ്ട്, അല്ലെങ്കിൽ നടത്തിയൊരു ശ്രദ്ധേയമായ നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണം അങ്കിത് ശർമ്മ, ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനായ അങ്കിത് ശർമ്മ കൊല്ലപ്പെട്ടത് അദ്ദേഹം ഹിന്ദു ആയിരുന്നത് കൊണ്ട് മാത്രമാണ്. ആ നിരീക്ഷണത്തിലുണ്ട് എല്ലാം. കാരണം കൃത്യമായിട്ടുള്ള ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചില്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആസൂത്രണം ചെയ്യപ്പെട്ട് നടപ്പാക്കപ്പെട്ട ഒരു കലാപമായിരുന്നു ഡൽഹി കലാപം. അതിൻ്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളാണ് താഹിർ ഹുസൈൻ. എന്തായാലും ഡൽഹി കക്കർദുമ കോടതി ഇപ്പോൾ താഹിർ ഹുസൈൻ കുറ്റക്കാരനാണ് എന്ന് വിധിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയാളുടെ കൂട്ടാളികളും എല്ലാം കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത നിമിഷം മുതൽ അയാളെ ന്യായീകരിക്കുവാനായി പ്രശസ്തരും അപ്രശസ്തരുമായിട്ടുള്ള നിരവധി ആളുകൾ പല വീഡിയോകളും താഹിർ ഹുസൈൻ ഡൽഹി കലാപത്തിൻ്റെ ഇടയിൽ ആരും കലാപമൊന്നും ഉണ്ടാക്കരുതേ എന്നപേക്ഷിക്കുന്ന രീതിയിൽ, ഈ ഒരു പഴയ സിനിമയിൽ ജഗതി പറയുന്ന പോലെ കലാപമൊന്നും ഉണ്ടാക്കരുതേ എന്നുള്ള രീതിയിൽ അപേക്ഷിക്കുന്ന ഒരു വീഡിയോകളെല്ലാം പുറത്തുവിട്ട് അദ്ദേഹം സമാധാനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു മാടപ്രാവാണ് എന്നുള്ള രീതിയിൽ ഒരു സന്ദേശവും ഒരു പ്രതിച്ഛായയും ഇയാൾക്ക് വേണ്ടി പ്രചരിപ്പിക്കുവാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവരെല്ലാം ഒരേ രീതിയിൽ നിശബ്ദരാണെന്ന്. ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങൾ, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം അറിഞ്ഞ ഭാവം പോലും നടിച്ചിട്ടില്ല. 1-2 തവണ ഒരു സ്ക്രോളായി ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇത് പോയി. ഇത് അച്ചടി മാധ്യമങ്ങളിൽ ഇത് വന്നിട്ട് തന്നെയില്ല. അകത്തെ പേജിലെങ്ങാനുമുണ്ടോ എന്നറിയില്ല. ഓൺലൈൻ മാധ്യമങ്ങളിൽ, ഓൺലൈൻ പ്രിൻ്റ് മീഡിയയിൽ അല്ലെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ചെറിയ വാർത്തകളായി ഇത് ഒതുങ്ങി നിൽക്കുന്നു കേരളത്തിൽ. എന്തുകൊണ്ട്? ഉത്തരം കൃത്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മാറി മാറി ഭരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ മാറി മാറി വരുന്ന കേരളത്തിൽ ഇത്തരത്തിൽ താഹിർ ഹുസൈൻ എന്നൊരു വ്യക്തി ഹിന്ദു കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത് നടപ്പാക്കി ഒരു ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു. ഇതൊക്കെ അറിയുമ്പോൾ ആഹ്ലാദിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. അത്തരത്തിൽ താഹിർ ഹുസൈൻ കുറ്റക്കാരനാണെന്ന് വിധിച്ച് അയാളെ പച്ചയ്ക്ക് ജിഹാദി എന്ന് മുദ്ര കുത്തിയാൽ അത് സഹിക്കുവാൻ ആ സമൂഹത്തിന് സാധിക്കില്ല. ഒരുപക്ഷെ ഈ മാധ്യമങ്ങളുടെ പ്രധാന കച്ചവടങ്ങളെല്ലാം വരുന്നത് ആ സമൂഹത്തിൽ നിന്നായിരിക്കാം. അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഏതെങ്കിലും അക്രമങ്ങൾ ഈ മാധ്യമങ്ങൾ ഭയപ്പെടുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർ പലരും അവർ വിലക്കെടുത്തിട്ടുള്ള, ഈ സമൂഹം ജിഹാദികൾ വിലക്കെടുത്തിട്ടുള്ള വായ്പാട്ടുകാരാകാം, വാടക വായികളാകാം, അല്ലെങ്കിൽ ഈ കാരണങ്ങളെല്ലാം ഒന്നു ചേർന്ന എന്തെങ്കിലും ഒരു കാരണങ്ങളാകാം. പല കാരണങ്ങൾ ഒന്നു ചേർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ താഹിർ ഹുസൈൻ കുറ്റക്കാരനാണെന്ന് വിധിച്ച ഡൽഹി കക്കർദുമ കോടതിയുടെ വിധിക്ക് യാതൊരു പ്രാധാന്യവും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിയിട്ടില്ല. ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യം പറയുമ്പോൾ ജനം TV അത് നൽകിയിരുന്നു, അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ഈ വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ജനം TV അത് അവതരിപ്പിച്ചിരുന്നു. ജന്മഭൂമിയിലും ആ വാർത്തയുണ്ടായിരുന്നു. ഇനി മറുവശത്തേക്ക് നോക്കുമ്പോൾ ട്രീ കട്ടർ ചാനലാകട്ടെ, 24 ആകട്ടെ, ഏഷ്യാനെറ്റ് ആകട്ടെ, ഈ ചാനലുകൾ ഒന്നും ഈ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യവും നൽകിയിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു മിന്നായം പോലെ ഒരു സ്ക്രോൾ കടന്നുപോയോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഈ വാർത്തയ്ക്ക് വേണ്ട പ്രാധാന്യം നൽകിയിട്ടില്ല, അർഹിക്കുന്ന പ്രാധാന്യം. ആലോചിച്ച് നോക്കൂ, ഹിന്ദുക്കൾക്ക് നേരെയുണ്ടായ ഒരു ആക്രമണം, അതിനുമപ്പുറത്ത് രാജ്യസുരക്ഷയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ, അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ, കേന്ദ്ര ഏജൻസിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കൊലപാതകം, അതും ക്രൂരമായ കൊലപാതകം, പീഡിപ്പിച്ച് നരകിപ്പിച്ച് നരകയാതന അനുഭവിപ്പിച്ച് കൊലപാതകം, ജിഹാദികളുടെ കൃത്യമായിട്ടുള്ള ISIS മോഡൽ കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ താലിബാൻ മോഡൽ കൊലപാതകം അത് നടത്തി എന്ന് കൃത്യമായും വെളിവായിട്ടും കോടതി അത് ഉറപ്പിച്ചിട്ടും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടും താഹിർ ഹുസൈനെ കുറ്റക്കാരനാണെന്ന് വിധിക്കുവാൻ നമ്മുടെ നാട്ടിലെ മരംകുത്തി മുതലാളിയുടെ ചാനൽ മുതൽ ഏഷ്യാനെറ്റിന് വരെയുള്ള ഒരു ചാനലിനും മനസ്സ് വരുന്നില്ല. ജിഹാദികളോടുള്ള ഭയമായിരിക്കാം കാരണം. ആ ഭയം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. കാരണം ഇന്നേ കാലഘട്ടത്തിൽ, ഒരു കാലഘട്ടത്തിൽ നാം എല്ലാവരും
ആശിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഈ ഭയമൊന്ന് മാറിപ്പോയിരുന്നെങ്കിൽ, ഇവർ കൃത്യമായിട്ടുള്ള മാധ്യമപ്രവർത്തനം നടത്തി ജിഹാദികളുടെ യഥാർത്ഥ രൂപം പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിലെന്ന്. പക്ഷേ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. സാമൂഹ്യ മാധ്യമങ്ങളാണ് യഥാർത്ഥ മാധ്യമം. കയ്യിൽ ഫോണുള്ള ആരും ഒരു മാധ്യമപ്രവർത്തകനാണ്. പക്ഷേ സത്യസന്ധമായ മാധ്യമപ്രവർത്തനം നടത്തുന്നത് എങ്ങനെയെന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ധാർമ്മികത വേണം. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം, ഈ ഒരു സംഭവത്തിന്, താഹിർ ഹുസൈൻ എന്ന ജിഹാദിക്ക് ഇപ്പോൾ പറയേണ്ടി വരുന്ന കണക്കുകളുടെ കഥയ്ക്ക്, ആ ചരിത്രത്തിന് അർഹിക്കുന്ന പ്രാധാന്യം ഞാനും നിങ്ങളും നൽകിയേ മതിയാകൂ. തത്വമയി ന്യൂസ് എന്തായാലും ആ പ്രാധാന്യം നൽകിയിരിക്കും. അതിന് പ്രേക്ഷകർക്ക് ഒരു സംശയവും വേണ്ട. അത് ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നൊരു വാഗ്ദാനമാണ്, മാറ്റമില്ലാത്തൊരു വാഗ്ദാനമാണ്. അതേപോലെ തന്നെ പ്രേക്ഷകരുടെ കാര്യത്തിലും പറയുകയാണെങ്കിൽ ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക. ഈ വിവരം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.